അല്ലമീനുണ്ട് വിവരങ്ങളുമായി. അല്ലമീൻ, നേരത്തെ സന്ദീപ് വാര്യർ എടുത്ത നിലപാടുകൾ, നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞ തീവ്ര വർഗീയ പ്രതികരണങ്ങൾ, അതൊക്കെ CPM ഇപ്പോൾ എടുത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ സന്ദീപ് BJP വിടുന്നു എന്ന ഘട്ടം വന്നപ്പോൾ നടത്തിയ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങളും അതേപോലെ തിരിച്ചടിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിനകത്ത് ഉള്ള ചർച്ചകൾ? നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അണികൾ എത്രത്തോളം സന്ദീപ് വാര്യർ എന്ന മുൻ BJP നേതാവിനെ സ്വീകരിക്കുന്നു? അണികൾക്കിടയിലും സന്ദീപിന്റെ വരവിലോ സന്ദീപിനെ വരവേറ്റതിലോ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയോ ഇല്ല എന്നുള്ളതാണ് സ്മൃതി നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസിന് വലിയ പ്രതിസന്ധികൾ തീർത്തുകൊണ്ടുള്ള ഓരോ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരുന്നു. അത് സരിന്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തേക്ക് പോക്കായിരുന്നാലും ഷാനിബിന്റെ തുറന്നു പറഞ്ഞുള്ള പുറത്തേക്ക് പോക്കായിരുന്നാലും പെട്ടി വിവാദമായിരുന്നാലും അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പലതും വന്ന് ഉറപ്പിച്ച സീറ്റിൽ അല്ലെങ്കിൽ തങ്ങളുടെ ഉറച്ച സീറ്റിൽ ഒരാശങ്കയുണ്ടാക്കും വിധത്തിലുള്ള ചർച്ചകളും പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സും വന്നത് പ്രവർത്തകരെ വലിയ ആശങ്കയിലാക്കിയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിനിടയിലാണ് ആ വിവാദങ്ങൾക്കും ആ ആരോപണങ്ങൾക്കും ആ തിരിച്ചടികൾക്കും കൊടുക്കാൻ പറ്റുന്നൊരു മറുമരുന്നായി ഒരു തിരിച്ചടിയായി സന്ദീപിന്റെ വരവിനെ കോൺഗ്രസ് പ്രവർത്തകരും സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. പ്രത്യേകിച്ച് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിൽ അവസാന ഘട്ടത്തിൽ പ്രവർത്തകരെ കുറച്ചുകൂടി ആവേശത്തിലാക്കാൻ ഇത് ഉതകും എന്നുള്ളൊരു വിലയിരുത്തൽ നേതൃത്വത്തിനുമുണ്ട്. നേതാക്കളെ സംബന്ധിച്ചിടത്തോളം സന്ദീപിൻ്റെ പഴയകാല നിലപാടുകളും സമീപനങ്ങളും അഭിപ്രായങ്ങളും എല്ലാം രാഷ്ട്രീയ നിലപാടുകളുമൊക്കെ ചർച്ച ചെയ്ത് തന്നെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ സന്ദീപ് കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്, സംഘപരിവാറിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നതിൽ ഒരു ജാള്യത തനിക്കിപ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സ്നേഹത്തിൻ്റെ കടയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു ഭാഷ കടമെടുത്തുകൊണ്ടാണ്, പ്രയോഗം കടമെടുത്തുകൊണ്ടാണ് സന്ദീപ് നിലപാട് പ്രഖ്യാപിക്കുക കൂടി ചെയ്തത്. സ്വാഭാവികമായും വലിയ കയ്യടിയോടുകൂടി തന്നെയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിറഞ്ഞിരുന്ന പ്രവർത്തകർ ആ പ്രഖ്യാപനത്തെയും ആ പ്രസ്താവനകളെയും ആ കടന്നുപറയുവിനെയും ഒക്കെ സ്വീകരിച്ചതെന്നതിൽ സംശയമില്ല. റോഷി ബാലു കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റോഷി, സന്ദീപ് നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ BJPക്ക് വേണ്ടി മുക്തകണ്ഠം വാദിക്കുകയും കോൺഗ്രസിനെയും UDFിനെയും അവരുടെ നിലപാടുകളെയും ഒക്കെ വലിയ രീതിയിൽ തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചിരുന്ന ഒരാൾ ഇന്നിപ്പോൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. കോൺഗ്രസ് ഇതുവരെ കടന്നുപോയിക്കൊണ്ടിരുന്ന പാലക്കാട്ടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ സന്ദീപിൻ്റെ വരവ് അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ അകപ്പെട്ടിരുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി ഒരു തരത്തിലുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കരകയറുന്നതിന് എത്ര കണ്ട് ഉപകരിക്കും ഈ കടന്നുവരും? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, പാലക്കാട്ട് BJPയുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഘട്ടമാണ്. തുടക്കത്തിൽ തന്നെ ഈ പോരാട്ടം അത് വലിയ തരത്തിൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായി. അങ്ങനെ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിനകത്ത്. അതിനിടയിലാണ് സന്ദീപ് വാര്യരുടെ കടന്നുവരവ്. പ്രത്യേകിച്ച് P. സരിൻ UDF ക്യാമ്പിൽ നിന്ന് നേരെ പോയി ഇടത് സ്ഥാനാർത്ഥിയെ രംഗത്ത് വരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കിടയിൽ സന്ദീപിനെ പോലെയുള്ള ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ഇടപെടൽ നടത്തുന്ന വലിയ ആരാധകരുള്ള ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യുവ നേതാവിനെ അത് UDF ക്യാമ്പിലേക്ക് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതും BJPയോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം കോൺഗ്രസ് നടത്തുന്ന മണ്ഡലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കോൺഗ്രസ് ഉപയോഗിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. കാരണം നേരത്തെ സന്ദീപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പുകൾ എതിരാളികൾ ഉപയോഗിച്ചു തുടങ്ങി. പക്ഷേ എന്നാൽ പോലും ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഓളം, അതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം. മറ്റ് CPMനെ പോലെയോ BJPയെ പോലെയോ അല്ല, മുഴുവൻ സമയം സംഘടനാ പ്രവർത്തനമല്ല കോൺഗ്രസിൻ്റെ രീതി. തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്സവമാണ്. സാധാരണ ദിനംപ്രതി പ്രവർത്തന രംഗത്തുള്ളവർ അല്ലാത്തവർ പോലും അവർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി രംഗത്തിറക്കുന്ന രീതിയാണ് കോൺഗ്രസിന്. ഏതാണ്ട് 4 വർഷം മുമ്പ് പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയതാവും, ചിലപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരിക്കും പ്രവർത്തനത്തിന് ഇറങ്ങിയത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അവർ എല്ലാം മറന്ന് അവർ രംഗത്തുണ്ടാവും, സജീവമായി സ്ഥാനാർത്ഥി. അത് കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്, കാലങ്ങളായി തുടരുന്ന രീതിയാണ്. അവർക്കൊക്കെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്ന ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സന്ദീപ് വാര്യർ കടന്നു വരുമ്പോൾ, കാരണം ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ എതിർത്തത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ആവേശമായ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം കടന്നാക്രമിച്ച കേരളത്തിലെ BJPയുടെ നേതാവാണ്. സുരേന്ദ്രനേക്കാൾ കൂടുതൽ കടന്ന രാഹുൽ ഗാന്ധിയെ, സോണിയാഗാന്ധിയെ ഒക്കെ പല രേഖകൾ വെച്ചുകൊണ്ട്, സവർക്കറുമായി ബന്ധപ്പെട്ട രേഖകൾ വെച്ച് രാഹുൽ ഗാന്ധിയെ നിരവധി തവണ അപമാനിച്ച നേതാവ് കൂടിയാണ് സന്ദീപ് വാര്യർ. അങ്ങനെ കോൺഗ്രസിനെ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടുന്ന, ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രകോപനപരമായ വാക്കുകൾ പ്രയോഗിക്കുന്ന സന്ദീപ് വാര്യരെ പാളയത്തിലേക്ക് എത്തിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകുന്ന ആത്മവിശ്വാസമുണ്ട്, നേതാക്കൾക്കുമുണ്ട്. കാരണം നമുക്കറിയാം, സന്ദീപ് വാര്യരെ ആ വാർത്താ സമ്മേളനത്തിൽ കടന്നെത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ
നേതാവാകട്ടെ KPC അധ്യക്ഷനാവട്ടെ ഇവർക്കുണ്ടായ ഒരു ആവേശവും ആത്മവിശ്വാസവും അവിടെ വേദിയുള്ള ഏറ്റവും മുതിർന്ന നേതാക്കൾ ഞാനിങ്ങനെ അവരുടെ മുഖം നോക്കുകയായിരുന്നു. അവിടെയുള്ള MP-മാർ അടക്കമുള്ള നേതാക്കൾ അവരുടെ ആവേശമുണ്ട്. അത് പ്രവർത്തകർക്ക് അതിനേക്കാൾ ആവേശമായിരിക്കും. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ റോഷി സ്മൃതി ആ ആവേശം നാളെ മറ്റന്നാളും കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ സന്ദീപ് മാത്രമാണ് പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്, കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ സന്ദീപ് മാത്രം വന്നിട്ട് എന്ത് വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് BJP ചേരിയിൽ നിന്ന് വരെ ചോദ്യങ്ങൾ വരികയാണ്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ ഇന്നിപ്പോൾ സന്ദീപിൻ്റെ വരവ് മാത്രമാണ് കോൺഗ്രസ് സർപ്രൈസായി പൊട്ടിക്കാൻ വെച്ചിരുന്ന ഒരു ബോംബ് അല്ലെങ്കിൽ ഒരു വെടി. പക്ഷേ നാളെ മറ്റൊരു വെടി കൂടി അവർ പൊട്ടിക്കും, മറ്റൊരു ബോംബ് കൂടി കോൺഗ്രസ് പൊട്ടിക്കാൻ പോകുന്നു. സന്ദീപിനെ പിന്തുടർന്ന് സന്ദീപിൻ്റെ അനുയായികളായി ചില കൗൺസിലർമാർ ഉൾപ്പെടെ മുൻ കൗൺസിലർമാർ ഉൾപ്പെടെ BJPയുടെ ചില വനിതാ ഭാരവാഹികളായിട്ടുള്ള പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള 1 ഡസനിലേറെ പ്രവർത്തകർ നാളെ കോൺഗ്രസിലേക്ക് ചേരും. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ നാളെ അവർ തയ്യാറായി വരും. ഇന്ന് വേണമെങ്കിൽ അവർക്ക് വരാമായിരുന്നു, പക്ഷേ അത് നാളത്തേക്കുള്ള ഒരു സർപ്രൈസ് സാധനമായി മാറ്റിവെച്ചിരിക്കുകയാണ്. അല്ല പിന്നെ അത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു പക്ഷേ പാലക്കാട്ട് നഗരസഭാ ഭരണം വരെ അട്ടിമറിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൗൺസിലർമാരെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കുക, ഒരുപക്ഷെ പാലക്കാട് BJPയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായും ശിഥിലമാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. അത് അവസാന നിമിഷമാണ്. BJP സംബന്ധിച്ചിടത്തോളം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് RSSൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ക്യാമ്പ് ചെയ്ത് വളരെ പ്രധാനമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ്. അവസാന നിമിഷം സമയമില്ല. കാരണം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ BJPക്ക് സമയമുണ്ടായിരുന്നു. BJPക്ക് 1 മിനിറ്റ് പോലും അവർക്ക് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള സമയം നൽകാതെയുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുണ്ടായത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ സർജിക്കൽ സ്ട്രൈക്ക് ഒരു സംശയവുമില്ല. സർജിക്കൽ സ്ട്രൈക്ക് എന്ന ആ വാക്ക് തന്നെയാണ് ഇതിന് ഏറ്റവും അന്വർത്ഥമായത്. ഏതായാലും ഇനി അടുത്ത മണിക്കൂറിൽ നടക്കുന്നത് എന്താണെന്ന് ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യമാണ് പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇനി പാലക്കാട്ട് നിയമസഭാ മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ 3 ദിവസം മാത്രമേ ഉള്ളൂ. 4-ാം ദിവസം പോളിംഗ് ബൂത്തിലാണ്. ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം, ഇനി എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് മറികടക്കുക എളുപ്പമല്ല. പാലക്കാട്ട് സന്ദീപിന് എത്രത്തോളം വോട്ട് സ്വാധീനിക്കാൻ പറ്റും എന്നതല്ല വിഷയം. സന്ദീപിൻ്റെ ഈ കടന്നുവരവ്, പ്രത്യേകിച്ച് സന്ദീപിനെ ആരാധിക്കുന്ന, സന്ദീപിനെ ഫോളോ ചെയ്യുന്ന BJP യുവ നേതാക്കളും പ്രവർത്തകരുമുണ്ട്. അവരുടെ ആത്മവിശ്വാസം പൊടുന്നതിന് താഴെ പോകും എന്നതാണ് ഇതുവഴി ഉണ്ടാകുന്നത്. ഈ മണ്ഡലത്തിൽ എത്രത്തോളം വോട്ട് സന്ദീപിന് സ്വാധീനിക്കാൻ പറ്റും എന്നത് മറ്റൊരു വിഷയമാണ്. അതിനപ്പുറത്തേക്ക് പ്രവർത്തകരുടെ ആത്മവീര്യം ചോരും. ഇപ്പുറത്ത് UDF ക്യാമ്പിൽ പ്രവർത്തകരുടെ ആത്മവിശ്വാസം 10 മടങ്ങ് ഉയരുകയും. കോൺഗ്രസ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്ന നീക്കങ്ങൾ, ചടുലമായ നാടകീയമായ നീക്കങ്ങൾ എന്ന് പറയുന്നത് സന്ദീപിനെ ഈ ചേരിയിലേക്ക് എത്തിക്കുക, സന്ദീപിൻ്റെ അനുയായികളെ ഇവിടെ എത്തിക്കുക, അതിലൂടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറത്തേക്കുള്ള ചില ലക്ഷ്യങ്ങൾ കൂടി കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സന്ദീപിൻ്റെ വരവും BJPയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും അനുരണനങ്ങൾ സൃഷ്ടിക്കാനാകും വിധം തരത്തിലുള്ള അത്രമേൽ തടുലമായൊരു നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും എന്നുള്ള വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇന്നിപ്പോൾ K. സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിനെതിരെ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം പ്രതിപക്ഷ നേതാവ് ഈ മുസ്ലിം സംഘടനാ നേതാക്കളുമായും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായും ഒക്കെ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അത്തരത്തിലുള്ള ചേരിയിലേക്ക് പ്രതിപക്ഷ നേതാവ് ചർച്ചയ്ക്ക് പോയത് കണ്ട K. സുരേന്ദ്രൻ സ്വന്തം ചേരിയിലുള്ള ആളുകളുമായുള്ള ഈ ചർച്ചകൾ കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ തടയിടാൻ പറ്റിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്ദീപ് വാര്യർ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച മുതൽ BJP സംസ്ഥാന നേതൃത്വം അത് RSSൻ്റെ പിന്തുണയോടെ സന്ദീപ് വാര്യരെ പാർട്ടിക്ക് പുറത്തേക്ക് എറിയാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഈ ഘട്ടത്തിൽ രക്തസാക്ഷിയാക്കേണ്ട സന്ദീപ് വാര്യരെ എന്ന തീരുമാനത്തിൽ 20-ന് പോളിംഗ് ബൂത്തിൽ നിന്നും എല്ലാവരും ഇറങ്ങുന്നു. 6 മണിക്ക് പിന്നാലെ പാർട്ടിയിൽ നിന്ന് സന്ദീപ് വാര്യരെ പുറത്തേക്ക് എറിയാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് കൃത്യമായി സന്ദീപ് വാര്യർക്കും ധാരണയുണ്ട്. നമ്മൾ സന്ദീപ് വാര്യരുമായി നിരന്തര ആശയവിനിമയം നടത്തുമ്പോൾ അവസാനം ഇന്ന് സന്ദീപ് വാര്യരുമായി സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സന്ദീപ് വാര്യർ എന്നെ ബലി കൊടുക്കാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അത് സന്ദീപ് വാര്യർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം BJP തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പുറത്താക്കിയാൽ സന്ദീപ് വാര്യർക്ക് രക്തസാക്ഷി പരിവേഷം ലഭിക്കും. അങ്ങനെ രക്തസാക്ഷി പരിവേഷം ലഭിച്ച് സന്ദീപ് വാര്യർ മറ്റൊരു പാളയത്തിലേക്ക്, എതിർപ്പാളയത്തിലേക്ക് പോകേണ്ടതില്ല, അങ്ങനെ അവസരം നൽകേണ്ടതില്ലെന്ന് തീരുമാനം BJP എടുത്തു. BJP പൂർണ്ണമായും തള്ളിക്കഴിഞ്ഞു സന്ദീപ് വാര്യരെ. നേരത്തെ ഈ ഇടഞ്ഞു നിൽക്കുന്ന മറ്റു നേതാക്കളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാൻ വലിയ നേതാക്കൾ ശ്രമിച്ചില്ല എന്നതാണ്. അതുവഴി സന്ദീപ് വാര്യരെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തു. അത് നടപ്പിലാക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. അതുകൊണ്ട് സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഈ എടുത്തിരിക്കുന്ന സന്ദീപ് വാര്യരെ ഏറ്റവും മികച്ച രാഷ്ട്രീയ തീരുമാനമാണ്.